രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി ചോര കുടിച്ചു കൊല്ലുന്ന യക്ഷി കല്യങ്കാട്ട് നീലി. തെക്കൻ കഥകളിലും നാടോടി കഥകളിലും കേട്ടു വളർന്നു വരുന്ന ഒരു കഥായിരുന്നു കല്യങ്കാട്ട് നീലി എന്ന് പറയുന്നത്. ഒരു യക്ഷിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് കല്യങ്കാട്ട് നീലി എന്നായിരിക്കും. കാരണം നമ്മൾ ഓരോ മലയാളികളുടെ മനസ്സിലും ആഴ്ന്നിറങ്ങിയ ഒരു കഥാപാത്രമാണ് കല്യങ്കാട്ട് നീലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലി എന്ന പേരിലെ ഒരു സാധാരണ സ്ത്രീയുടെ കഥയാണ്. ആ സാധാരണ സ്ത്രീ എങ്ങനെയാണ് കല്യങ്കാട്ട് നീലിയായി മാറിയതെന്ന് കഥയിലേക്ക് പോയാലോ? കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശം വാഴ്ന്നിരുന്ന ഒരു ദേവദാസി ഉണ്ടായിരുന്നു. കാർവേണി എന്നായിരുന്നു ആ ദേവദാസിയുടെ പേര്. ആ ദേവദാസിയുടെ മകളായിരുന്നു നീലി എന്ന് നമ്മളിപ്പോ വിളിക്കുന്ന അല്ലി. അവിടെയുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു നമ്പി എന്ന് പറയുന്ന യുവാവ്. നമ്പിയുമായി അല്ലി പ്രണയത്തിലാവുകയും പിന്നീട് ഇരുവരും വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്പിക്ക് ആവശ്യം അല്ലിയെ ആയിരുന്നില്ല, അല്ലിയുടെ സ്വത്തുക്കളായിരുന്നു. ഈ വിവരം തിരിച്ചറിഞ്ഞ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. തന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ദേഷ്യത്തിൽ അല്ലിയും ആ വീട് വിട്ടിറങ്ങുകയാണ്. രണ്ടുപേരും ഒരുപാട് ദൂരം യാത്ര ചെയ്തു. വഴിമധ്യേ അവരൊരു പാറക്കല്ലിൽ വിശ്രമിച്ചു. അല്ലി നമ്പിയുടെ മടിയിൽ ചാഞ്ഞു കിടന്നു. ആ സമയത്ത് ചതിയനായ നമ്പി ചെയ്തതോ ഒരു വലിയ പാറക്കല്ലെടുത്ത് അല്ലിയെ തലക്കടിച്ചു കൊന്നു. അല്ലിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ സ്ഥലം വിടുകയും ചെയ്തു. ഇവരെ രണ്ടുപേരെയും തിരക്കിയിറങ്ങിയ അല്ലിയുടെ സഹോദരൻ അമ്പി കണ്ടത് സ്വന്തം സഹോദരി ചോരയിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. തന്റെ ചേച്ചിയുടെ വേർപാട് സഹിക്കാതെ വന്നപ്പോൾ അമ്പി സ്വയം തന്നെ കരിങ്കല്ലിൽ തലക്കടിച്ചു മരിച്ചു. അല്ലിയുടെ ആഭരണമായി കടന്നു കളഞ്ഞ നമ്പിയോ കൂടുതൽ ദിവസങ്ങളൊന്നും ജീവിച്ചിരുന്നില്ല. അയാളും വൈകാതെ തന്നെ പാമ്പ് കടിയേറ്റു മരണപ്പെടുകയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലിയും അല്ലിയുടെ അനിയൻ അമ്പിയും പുനർജനിക്കുകയാണ്. ചോള രാജ്യത്തെ രാജാവിന്റെ മക്കളായി നീലനും നീലിയുമായി പുനർജനിച്ചു. അവർ ജനിച്ചത് മുതൽ രാജ്യത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പേമാരി, ദുർമരണം, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ വൈകാതെ തന്നെ രാജാവ് വിവരങ്ങളെല്ലാം ഞെട്ടലോടുകൂടി തിരിച്ചറിയുകയാണ്. തന്റെ രാജ്യത്തെ മോശം അവസ്ഥയ്ക്ക് കാരണം തന്റെ പൊന്നുമക്കളായ നീലനും നീലിയുമാണെന്ന്. ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെ രാജാവ് തന്റെ 2 മക്കളെയും നാടുകടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നാഗർകോവിലടുത്തുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു 2 പേരെയും കടത്തിയത്. 2 പേരെയും പഞ്ചവൻ കാട്ടിലേക്ക് കടത്തി. എന്നാൽ ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു അവർക്കുള്ളിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന്. ആ പൈശാചിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരാ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടി. പണ്ട് അല്ലി കൊല്ലപ്പെട്ട ഒരു ദേശമുണ്ടായിരുന്നു, പഴകന്നൂർ ദേശം. ആ ദേശത്തിലേക്കായിരുന്നു അവർ താമസം മാറ്റിയത്. പിന്നീട് അങ്ങോട്ട് പഴകന്നൂർ ദേശത്ത് ദുർമരണങ്ങളുടെ പട തന്നെയായിരുന്നു. പകൽ സമയത്ത് പോലും കള്ളിയങ്കാട് എന്ന് പറയുന്ന കള്ളിമുള്ളുകളും മലകളും നിറഞ്ഞ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ തന്നെ ആളുകൾക്ക് ഭയമായി തുടങ്ങി. ഇനി അറിയാതെ ആ പ്രദേശത്തോടു കൂടി ആരെങ്കിലും യാത്ര ചെയ്താൽ തന്നെ പിറ്റേ ദിവസം പനയുടെ ചോട്ടിൽ പല്ലും നഖവും മാത്രം ലഭിക്കുമായിരുന്നു. ഇരുവരുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും ചേർന്നു ഗ്രാമത്തിൽ നിന്ന് ഒരു നമ്പിയെ കൊണ്ടുവന്നു, നീലിയെയും നീലനെയും തളയ്ക്കാൻ വേണ്ടി. നമ്പിയുടെ മാന്ത്രിക ശക്തി കാരണം നീലനെ തളയ്ക്കാൻ സാധിച്ചു. എന്നാൽ നീലിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിരുന്നില്ല. അത് മാത്രമായിരുന്നില്ല സംഭവിച്ചത്. നീലി തന്റെ ശക്തി കൊണ്ട് തന്നെ തന്റെ സഹോദരനെ തളച്ച് നമ്പിയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടുകൂടി തന്നെ രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും ആളുകൾക്ക് ഭീഷണിയായി തുടങ്ങി നീലി എന്ന കല്യങ്കാട്ട് യക്ഷി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തന്നെ ചതിച്ചു കൊന്ന തന്റെ ഭർത്താവിന്റെ പുനർജന്മമായ ആനന്ദൻ കാവേരിപ്പുഴയും കടന്നുകൊണ്ട് പട്ടണത്തിലേക്ക് പോകുന്നതായി നീലി കണ്ടത്. നീലി തന്റെ സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വശീകരിച്ചു. എന്നാൽ
അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒന്ന് തൊടാൻ പോലും നീലിക്ക് സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ മാന്ത്രിക തണ്ടുണ്ടായിരുന്നു. തന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരു യക്ഷിയാണെന്ന് തിരിച്ചറിഞ്ഞ ആനന്ദൻ ഓടിച്ചെന്ന് കയറിയത് പഴകന്നൂർ ദേശത്തിലേക്കായിരുന്നു. അവിടെയുള്ള ഗ്രാമവാസികളോട് കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. എന്നാൽ നീലി വിട്ടില്ല. തന്റെ രൂപം മാറ്റി ഒരു കുഞ്ഞും അമ്മയുമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിലുള്ളവരോട് എല്ലാവരോടും ഉച്ചത്തിൽ പറഞ്ഞു, ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. എന്നെയും എന്റെ മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നതാണ്. ആ സമയത്ത് പോലും ആനന്ദൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, ഇതൊരു യക്ഷിയാണ്, ആരും തന്നെ അവളെ വിശ്വസിക്കരുത്, അവൾ കള്ളം പറയുകയാണ്. എന്നാൽ പെണ്ണല്ലേ, പെണ്ണൊന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പതറും. അതേപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. നാട്ടുകാരും ഒന്നും വിശ്വസിച്ചില്ല. നീലി ആനന്ദനെ വിടാതെ പിന്തുടരാനുണ്ടായിരുന്ന കാരണം ആനന്ദിന്റെ കയ്യിലുള്ള മാന്ത്രിക ദണ്ട് അവിടെ ഊരിപ്പോയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നീലി വിടാതെ പിന്തുടരുന്നത്. പിറ്റേ ദിവസം ആ നാട്ടുകാർ എണീറ്റപ്പോൾ കണ്ടത് ആനന്ദന്റെ പല്ലും നഖവും മുടിയും മാത്രമായിരുന്നു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണമായ നമ്പിയുടെ പുനർജന്മത്തെ കൊന്നതിന് ശേഷം നീലയുടെ ആത്മാവിന്റെ ഉഗ്രരൂപം വെടിയുകയായിരുന്നു. ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ മാതൃരൂപത്തിൽ കുടിയിരിക്കുകയായിരുന്നു കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയുടെ കഥ അറിഞ്ഞതിന് ശേഷം ആ നാട്ടുകാരെല്ലാരും കൂടി ചേർന്നു കള്ളിയങ്കാട്ട് നീലിയെ ആരാധിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് ഒരു നാടിനെ മുഴുവനും വിറപ്പിച്ച് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഭീകര യക്ഷിയുടെ കഥ. എന്നാൽ ആനന്ദിനെ കൊന്നതിന് ശേഷം നീലി അടങ്ങിയില്ല എന്നും കടമറ്റത്ത് കത്തനാർ വന്നു നീലിയെ തളച്ചെന്നും പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പനിയന്നൂർകാവ് ക്ഷേത്രമുണ്ട്. പരുമല ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ നീലിയെ കത്തനാർ കുടിയിരുത്തിയിട്ടുണ്ടത്രേ. കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് വെറും ഒരു ഐതിഹ്യ കഥ മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി അത് വെറും ഒരു കഥയാണെന്ന് വിശ്വസിക്കുന്നവരോട് മാത്രം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പോയിരുന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ചു നേരം കണ്ണടച്ച് നോക്കിയേ, നിങ്ങളുടെ തൊട്ടടുത്ത് അവൾ ഉണ്ടാകും. ഒരു ശ്വാസം ഇപ്പറേ നിങ്ങളുടെ സ്വന്തം നീലി. എത്രയും പെട്ടെന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായി കണ്ടുമുട്ടാം.